തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ 3 പഞ്ചായത്ത് LDFന് നഷ്ടമാകും. നാട്ടികയിലും പാലക്കാട് തച്ചമ്പാറയും ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലും UDFന് ഭൂരിപക്ഷം കിട്ടി. 15 സീറ്റിൽ UDFും 11ഇടത്ത് LDFും ജയിച്ചു. 3ഇടത്ത് BJPക്കുമാണ് ജയം. മൂന്നിടത്താണ് BJPക്ക് ജയം. ഒരു സീറ്റിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. സെയ്ഫ്, എന്താണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രം? ഇതിൽ ആരാണ് വിജയി? UDF ആണ് വിജയി എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയും നിഷാദ്. 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 3 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന് അന്തിമ ചിത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഒരു തദ്ദേശ വാർഡിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാത്രമാണ് വരാനുള്ളത്. നിലവിലെ റിസൾട്ട് പ്രകാരം 15ഇടത്ത് UDF ജയിച്ചിട്ടുണ്ട്. 11ഇടത്ത് LDFും 3ഇടത്ത് NDAയും 1ഇടത്ത് അതേഴ്സുമാണ് വിജയിച്ചിട്ടുള്ളത്. LDFനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടായി എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 പഞ്ചായത്തുകളുടെ ഭരണം LDFന് നഷ്ടമായിട്ടുണ്ട്. തൃശൂർ നാട്ടികയിലും ഇടുക്കി കരിമണ്ണൂറും പാലക്കാട് തച്ചമ്പാറയിലും ഭരണം നഷ്ടമായി എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം. LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തത് 6 വാർഡുകളാണ്. അതുപോലെ തന്നെ 2 വാർഡുകൾ UDFിൽ നിന്ന്, 1 വാർഡ് BJPയിൽ നിന്ന് LDFും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം, അതുപോലെ തന്നെ LDFന് കനത്ത തിരിച്ചടി. കാരണം 3 തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം നഷ്ടമായി എന്ന് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LDFന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നിഷാദ്. LDFന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, ഭരണനഷ്ടമുണ്ടായിരിക്കുന്നു പഞ്ചായത്തുകൾ. പാലക്കാട് നിന്നുള്ള വിവരങ്ങളുമായി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, പാലക്കാട്ടെ പഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ്? നിഷാദ്, കൊടുവായൂര്, തച്ചമ്പാറ, ചാലിശ്ശേരി എന്നിവിടങ്ങളിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ കൊടുവായൂര് LDF തന്നെ നിലനിർത്തിയ LDFന്റെ സ്ഥാനാർത്ഥി മുരളീധരനാണ് ഇവിടെ വിജയിച്ചത്. ചാലിശ്ശേരി UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെയും UDF തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 9ാം വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K സുജിതയാണ് വിജയിച്ചത്. UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ തച്ചമ്പാറയിലാണ് LDFന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. LDF ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ LDFന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ CPI അംഗം രാജിവെച്ച് BJPയിൽ ചേർന്ന സാഹചര്യത്തിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. 4ാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി അലി തേക്കത്ത CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഭരണത്തിൽ വന്നിരിക്കുകയാണ്. 15 അംഗ ഭരണസമിതിയിൽ ഇപ്പോൾ UDFന് 8 പേരുടെ പിന്തുണയാണുള്ളത്. ഷൈജു ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴയിലെ കായംകുളത്തെ കഥ എന്താണ് ഷൈജു? നിഷാദെ, കായംകുളം നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തുണ്ടായിരുന്ന സീറ്റ് UDF പിടിച്ചു എന്ന കാര്യമാണ് പറയാൻ കഴിയുക. കാരണം അട്ടിമറി വിജയമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 54 വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോയ സീറ്റ് ഇത്തവണ ദീപ് കെരുവയിലെത്തി 99 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് അട്ടിമറിയിലൂടെ UDF സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഗ്രാമപഞ്ചായത്തിൽ ഒരംഗമായിരുന്ന UDFന് 2 അംഗമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിപിൻ സി ബാബുവിന്റെ BJP പ്രവേശനം കൊണ്ട് BJPക്ക് തെല്ലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വളവനാട് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സീറ്റ് നിലനിർത്തുകയും ചെയ്തു. ശരി, ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന്. കൊല്ലത്ത് മത്സരചിത്രം എങ്ങനെയാണ്, ഫലചിത്രം എങ്ങനെയാണ് ലിജോ? നിഷാദ്, കൊല്ലത്ത് 6 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ LDFന് നേട്ടമുണ്ടായി എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഒരു വാർഡ്, അതായത് സിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു വാർഡ് നിലനിർത്തി LDF 3 വാർഡുകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. LDFന്റെ 2 വാർഡുകൾ UDFും പിടിച്ചെടുത്തു. എവിടെയും ഈ തെരഞ്ഞെടുപ്പിന്റെ ബലം കൊണ്ട് ഭരണമാറ്റമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. NDAക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന 6ഇടത്താണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. 6 ഇടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഏരൂർ പഞ്ചായത്തിൽ, ഒപ്പം തന്നെ കുന്നത്തൂര്, വെസ്റ്റ് കല്ലട, തേവലക്കരയിൽ 2ഇടത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നു. ഇതിൽ തന്നെ പ്രധാനമായിട്ട് 20 വർഷക്കാലമായി ചടയമംഗലത്ത് വിജയിച്ചുകൊണ്ടിരുന്നത് LDF ആയിരുന്നു. അവിടെ ഒരു അട്ടിമറി വിജയം എന്ന് പറയത്തക്ക ഒരു വിജയം UDF സ്വന്തമാക്കി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരിടത്തും ഭരണത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും പലയിടവും NDAക്ക് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് അവർ 1-2 ടേമായി കയ്യിൽ വെച്ചിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുന്നത്തൂർ പഞ്ചായത്തിലെ ഒരു സീറ്റാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മറ്റ് തേവലക്കരയിൽ LDFന്റെ ഒരു സീറ്റ് UDFും, തേവലക്കരയിൽ നടന്ന മറ്റൊരു വാർഡിലെ തെരഞ്ഞെടുപ്പിൽ
UDF ഒരു സീറ്റ് LDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഖിൽ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി. തൃശ്ശൂരിലെ മത്സരഫലം അവിടുത്തെ പഞ്ചായത്ത് ഭരണത്തെ പുനർനിർണയിക്കുന്നുണ്ടല്ലോ അഖിൽ. തീർച്ചയായും നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് അത്തരത്തിലൊരു പഞ്ചായത്ത് ഭരണത്തെ തന്നെ പുനർനിർണയിക്കുന്ന കാര്യങ്ങൾ. 9ാം വാർഡിലേക്ക് നടന്ന കളിക്കാണ് UDF സ്ഥാനാർത്ഥിയെ തപ്പി 115 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചത് മാത്രമാണ് 60 ഭൂരിപക്ഷമായിരുന്നു LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി വിജയിച്ചതോടെ കശ്മീര 6 NDAക്കാണ് 3 സീറ്റുകളുള്ളത്. LDFിനെ ഭരണം നടത്തണമെങ്കിൽ NDAയുടെ സഹായം വേണം. അത്തരത്തിലൊരു സാഹചര്യം ശബ്ദം പ്രശ്നമാണ്. ഞാൻ പറയാം. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന്. സിജോ, ഇടുക്കിയിൽ എവിടെയാണ് ഭരണമാറ്റം? ആർക്കാണ് നേട്ടം? നിഷാദ്, ഇടുക്കിയിൽ രണ്ടിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിനാണ് ജയം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി 753 വോട്ടുകൾക്ക് വിജയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. LDF സിറ്റിംഗ് സീറ്റായ കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡ് UDF തിരിച്ചുപിടിച്ചു. UDFിലെ AN ദിലീപ് കുമാർ 177 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. ഇതോടെ പഞ്ചായത്ത് ഭരണം LDFിന് നഷ്ടമായി. UDF അംഗങ്ങൾ കൂറുമാറി LDFിനൊപ്പം ചേർന്നതോടെയാണ് രണ്ടിടത്തും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ UDFിന് ഏറെ പ്രതീക്ഷ നൽകുന്ന വിജയമാണ് ഇടുക്കിയിൽ ഉള്ളത്. ശരി, മഞ്ചേരി നഗരസഭ കരിവമ്പ്രം ഡിവിഷൻ CPMൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. തൃക്കലങ്ങോട് പഞ്ചായത്ത് മരത്താണി വാർഡ് CPMൽ നിന്ന് മുസ്ലിം ലീഗ് തിരികെ പിടിച്ചു. ആലംകോട് പഞ്ചായത്ത് പെരുമുക്ക് വാർഡ് UDFിൽ നിന്ന് LDFും പിടിച്ചെടുത്തു. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി. അസ്ലം, എന്താണ് മലപ്പുറത്തെ ഈ ഫലചിത്രം? ഇപ്പോൾ പുറത്തുവന്ന ഫലം അനുസരിച്ച് 2 സീറ്റുകൾ LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. 1 സീറ്റ് UDFിൽ നിന്നും LDF പിടിച്ചെടുക്കുകയും ചെയ്തു. മഞ്ചേരിയിൽ നഗരസഭയുടെ കരുവമ്പ്രം ഡിവിഷൻ, അവിടെ 30 വർഷമായി CPM അല്ലെങ്കിൽ LDF ജയിച്ചിരുന്ന സീറ്റാണ് ഇപ്പോൾ 49 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ഫൈസൽ മോൻ പിടിച്ചിരിക്കുന്നത്. അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയമായി മാറുന്നു. തൃക്കലങ്കോട് പഞ്ചായത്തിലെ മരത്താണി വാർഡിൽ 519 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് ജയിച്ചത്. കഴിഞ്ഞ തവണ CPM ജയിച്ച സീറ്റാണ് മുസ്ലിം ലീഗ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 519 വോട്ടിനാണ് അവിടെ ലൈല ജലീൽ തൃക്കലങ്കോട് പഞ്ചായത്തിലെ മരത്താണി വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ആലങ്കോട് പഞ്ചായത്ത്, അവിടെയാണ് LDF UDFിൽ തിരിച്ചു പിടിച്ചത്. ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡാണ്. അബ്ദുറഹ്മാനാണ് ഇപ്പോൾ പെരുമുക്ക് വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഫലം പക്ഷേ അല്പസമയത്തിനകം വരുന്നു പ്രതീക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷൻ LDFിന്റെ സിറ്റിംഗ് ഡിവിഷനാണ്. ഇവിടെ അതേസമയം UDF ഇപ്പോൾ ഈ ലീഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ വിവരം. അല്പസമയത്തിനകം അവിടുത്തെ ഫലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നാലും UDFിന് മേൽക്കൈയാണ് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ.